ഈ മാസം നമ്മുടെ വണ്ടിയുടെ ഫിറ്റ്നസ് തീരുവാണ്. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ വണ്ടി എങ്ങനെയെങ്കിലും ടെസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ജീപ്പിൻ്റെ എൻജിൻ ഓയിലിംഗ് പോകുന്ന കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും സെക്കൻഡ് വാങ്ങാൻ കിട്ടുന്ന ഒരു ഗോഡൗൺ ആണിത്. അപ്പോൾ നമ്മുടെ ജീപ്പിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാട്ടോ ഇവിടെ. നമ്മുടെ ജീപ്പിൽ സ്റ്റോക്ക് വന്നിരുന്ന ഹബ്ബ് മാറ്റി നമ്മളിതേ പുതിയ ടൈപ്പ് ഹബ്ബ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് പുതിയ മോഡൽ വണ്ടികളിൽ വരുന്ന ഹബ്ബ് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഹലോ മച്ചാന്മാരെ, മഞ്ജുക്കുട്ടി ജീപ്പ് എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പിൻ്റെ ഫിറ്റ്നസ് ഈ വരുന്ന ഡിസംബർ മാസം 11-ാം തീയതി തീരുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടി എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ടെസ്റ്റ് വർക്കും കാര്യങ്ങളും വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ തീർത്ത് വണ്ടി കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി വരാൻ പോകുന്ന വീഡിയോകളും കുറേശ്ശെ പാട്ടായിട്ടായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ്, അതായത് ഒരു 4 മാസം മുമ്പ് നമ്മുടെ വണ്ടി ഒരു ടെസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കിയതാണ്. റിക്കവറി ജീപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയതാണ്. അതെന്തായാലും പ്ലാമ്പിൽ പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവും. അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ വണ്ടി ഇപ്പോൾ 2ാമത്തെ ടെസ്റ്റ് വർക്കായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2ാമത്തെ ടെസ്റ്റ് വർക്കിൽ നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ച് മെക്കാനിക്കൽ പരമായി വണ്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇനി വരാൻ പോകുന്ന വീഡിയോയും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അഞ്ചാമരെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ബാക്ക് സീറ്റ്. ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ ചാരി സീറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇരിപ്പ് സീറ്റാണെങ്കിൽ ചകിരിനാരൊക്കെയാണ്. അപ്പോൾ ഇരിപ്പ് അത്രയ്ക്ക് സുഖകരമോ യാത്രാ സുഖമോ കാര്യങ്ങളൊന്നും ഈ ഒരു സീറ്റിനില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ജീപ്പിലേക്ക് നമ്മൾ പുതിയ ടൈപ്പ് മേജർ ടൈപ്പ് സീറ്റ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ സീറ്റിൻ്റെ പണി തുടങ്ങിയതായിരുന്നു. കുറച്ചായിട്ടോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മുഴുവനായിട്ടും വീഡിയോയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് സീറ്റ് വാങ്ങണമെന്നാണ് ഓർത്തിരുന്നത്. പിന്നെ സെക്കൻഡ് സീറ്റിന് നല്ല പൈസ കൂടുതലും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതേ കമ്പിയൊക്കെ മേടിച്ച് നമ്മൾ സ്വയം തന്നെയാട്ടോ ഈ സീറ്റും കാര്യങ്ങളൊക്കെ പണിയുന്നത്. അങ്ങനെ ഇതേ സീറ്റിൻ്റെ ഒക്കെ കേസ് ഏകദേശം അവസാന നിമിഷത്തിലേക്ക് ആയിട്ടുണ്ട്. സീറ്റിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. മച്ചാന്മാരെ, അടുത്ത ദിവസം നമ്മളിത് മൂവാറ്റുപുഴയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മൂവാറ്റുപുഴയിൽ നമ്മൾ ഒരു ഗോഡൗണിലാണ് വന്നേക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ജീപ്പിൻ്റെ അങ്ങനെ എല്ലാത്തരം വണ്ടികളുടെയും മിക്ക വണ്ടികളുടെയും സാധനങ്ങൾ, എൻജിൻ മോഡിങ് പോകുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യമാണ്, സെക്കൻഡ് സ്പെയർ കിട്ടുന്ന കടയുണ്ടോ, അതൊരു സെക്കൻഡ് സാധനം വാങ്ങുന്ന സ്ഥലമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ മൂവാറ്റുപുഴയിലുണ്ട്. അപ്പോൾ 4+1 ഗിയർ ബോക്സിന് ഏകദേശം 30,000 രൂപ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സെൻട്രൽ ഹൗസിങ്ങിനാണെങ്കിൽ 15 രൂപയ്ക്ക് ഫുൾ സെറ്റ് ക്രൗണും പിന്നും ഉൾപ്പെടെ മൊത്തത്തിൽ തരുമെന്നാണ് പറഞ്ഞത്. ഞാൻ വില ചോദിച്ചായിരുന്നു. പിന്നെ ഫ്രണ്ട് ഹൗസിങ് കവട്ട വരുന്നില്ല ജീപ്പിൻ്റെ. പിന്നെ സാധാ ടൈപ്പ് സ്പിൻഡിൽ ബെയറിംഗ് ടൈപ്പേ ഉള്ളൂ. അതിനും ഈ പറയുന്ന റേറ്റ് എങ്ങാണ്ടേ വരുന്നുള്ളൂ. 10 രൂപ 12 രൂപ അടുത്തെങ്ങാണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കണ്ടില്ല മച്ചാന്മാരെ, അപ്പോൾ ഈ ഒരു വീട് നിറച്ചും വണ്ടിയുടെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ 2 ഹബ്ബ് വാങ്ങിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഡ്രമ്മ്, പിന്നെ അതിൻ്റെ കാരിയർ പ്ലേറ്റ്, പിന്നെ 4 ബയറിങ് മേടിച്ചിട്ടുണ്ട്. ഹബ്ബിൻ്റെ ബയറിങ്ങാണ് മേടിച്ചിരിക്കുന്നത്. പിന്നീട് എന്ന് പറയുമ്പോൾ ആംബിയർ മീറ്റർ ഒഴിച്ച് ബാക്കി 4 മീറ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ലീഫ് സെറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ നമുക്ക് 7,000 രൂപ മുടക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഓപ്പൺ ഗ്ലാസ് ഫ്രെയിം വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. മച്ചാന്മാരെ, ആർക്കെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാനുണ്ട് എങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മച്ചാന്മാരെ, മൂവാറ്റുപുഴയിലുള്ള കുമാരൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണിത്. അപ്പോൾ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് ബാക്കിലെ നമ്പർ പ്ലേറ്റ്, അത് മടക്കാവുന്ന രീതിയിലുള്ള നമ്പർ പ്ലേറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ മടക്കാവുന്ന രീതിയിലുള്ള നമ്പർ പ്ലേറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഓഫ് റോഡ് വണ്ടികളിലൊക്കെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇടിക്കുന്ന സമയത്ത് നമ്പർ പ്ലേറ്റിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ ഇത് സഹായിക്കും. മറ്റേ ടൈപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ചളങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്പർ പ്ലേറ്റ് കഴിഞ്ഞ് പിന്നെ വാങ്ങിച്ചാണ് ഇതേ ബൂട്ട്. മെയിൻ ലിവറിൻ്റെ കുട്ടി ലിവറിൻ്റെയും ബൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഷോമൺ കാർഡ് ഇൻഡിക്കേറ്റർ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ടെയിലാകുമ്പോൾ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ഒരു റബ്ബർ കട്ടയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ചാണ് സ്ട്രേറ്റ് ലിവർ വാങ്ങിച്ചിട്ടുണ്ട്. ഗിയർ ലിവറാണിത്.
പിന്നീട് നമ്മൾ വാങ്ങിച്ചാണ് ഫ്രണ്ട് ഷോമൺ കാർഡും അതുപോലെ ബാക്കി ഷോമൺ കാർഡും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന നിലയ്ക്ക് വാങ്ങിച്ചാണ് ഈ സാധനം. ഈ തൂങ്ങി കിടക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലാസ് ഫ്രെയിമിൽ നിന്ന് നമ്മുടെ മൺകാർഡിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ ഇലയൊക്കെ ബോണറ്റിലേക്ക് വരാതെ തടയുക, പെയിൻറ്റ് കളയാതെ സംരക്ഷിക്കുക എന്നൊക്കെയാണ്. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇത്രയും മേടിച്ച സാധനത്തിന് ഏറ്റവും കൂടുതൽ പ്രൈസ് ആയത് ഇതിനാണ്. 2200 എങ്ങാണ്ട് അടുത്തായി ഇതിന്. അപ്പോൾ നമ്മൾ ഇത്രയും വാങ്ങിച്ച സാധനത്തിൻ്റെ മൊത്തം പ്രൈസ് എന്ന് പറയുമ്പോൾ 5340 രൂപയായി. അപ്പോൾ അതിൻ്റെ ബില്ല് ഈ ഒരു വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മച്ചാമാരെ, അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് മേടിച്ച ഹബ്ബും ഡ്രമ്മും കൂടി നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഫ്രണ്ട് ഹൗസിങ്ങിൻ്റെ ഹബ്ബ് സിസ്റ്റം, അതിൻ്റെ ഡ്രം അയക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്പിൻഡിൽ ബെയറിംഗ് മാറുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ സിലിണ്ടറിലെ ബക്കറ്റും കാര്യങ്ങളൊക്കെ മാറുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരിക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ അടിമാലിയിൽ നിന്ന് കുറച്ച് സാധനം കൂടി വാങ്ങിയായിരുന്നു. അപ്പോൾ സ്പിൻഡിൽ ബെയറിങ്ങും അതുപോലെ ബക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പരിപാടി തുടങ്ങുക കേട്ടോ. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലെ ടയർ ഊരി മാറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ടയർ ആശികത ഊരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ടയറും കൂടി ഊരി വന്നിട്ടുണ്ട് കേട്ടോ. മച്ചാമാരെ, അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലെ സ്പിൻഡിൽ ബെയറിങ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മുടെ ഡ്രമ്മ് ഇളക്കി വെക്കുമ്പോൾ കുലുങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൈറ്റ് സൈഡിൽ സ്പിൻഡിൽ ബെയറിങ് മാറിയായിരുന്നു. എന്നാൽ ലെഫ്റ്റ് സൈഡിലെ സ്പിൻഡിൽ ബെയറിങ് ഈ പ്രാവശ്യം മാറണമെന്ന് തോന്നുന്നു. എന്തായാലും അയച്ചു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മച്ചാമാരെ, അപ്പോൾ അതേ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് മേടിച്ച സെക്കൻഡ് ഡ്രമ്മ് പിടിപ്പിക്കാനായിട്ട് നമുക്ക് നിലവിൽ നമ്മുടെ ജീപ്പിലുണ്ടായിരുന്ന ഡ്രമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് ഊരി മാറ്റേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലെ ഡ്രമ്മ് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഊരി മാറ്റാനുള്ളതെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഡ്രമ്മാണ് ഊരി മാറ്റേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്രീ ലബ് ഊരി മാറ്റിയായിരുന്നു. അതിനുശേഷം നമ്മൾ വളഞ്ഞിരിക്കുന്ന ലോക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നേരെയാക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നാമത്തെ ഹബ്ബിനിട്ട് ഊരിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ലോക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഹബ്ബ് നെട്ടും കൂടി ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡ്രമ്മും കൂടി ഊരിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡ്രം എന്ന് പറയുമ്പോൾ ഡ്രമ്മും അതുപോലെ തന്നെ നമ്മുടെ ഹബ്ബും കൂടി സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വേണം നമുക്ക് ഊരി മാറ്റാൻ. കണ്ടില്ലേ? അത് ലീക്ക രണ്ടും പോയി. ബക്കറ്റ് തള്ളി ഗൈസ്. മച്ചാമാരെ, അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡിലെ ബക്കറ്റ് തള്ളിയിട്ട് ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ബക്കറ്റ് തള്ളിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതേ റൈറ്റ് സൈഡിലെ ബക്കറ്റും കാര്യങ്ങളൊന്നും തള്ളിയിട്ടില്ല കേട്ടോ. മച്ചാമാരെ, നമ്മളിതേ മൂവാറ്റുപുഴയിൽ നിന്ന് മേടിച്ച ഹബ്ബും അതുപോലെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം പുള്ളി ഇതേ ഡീസൽ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ആക്കുന്നുണ്ട്. മച്ചാമാരെ, അപ്പോൾ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ആ ഒരു ഹൗസിങ്ങിൻ്റെ ബാക്കിൽ വരുന്ന അല്ലെങ്കിൽ ഹൗസിങ്ങിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഷീൽഡും റബ്ബറും നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ആ ഒരു റബ്ബർ നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ആ റബ്ബർ നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിതേ ലെഫ്റ്റ് സൈഡിലെ സ്പിൻഡിൽ ബെയറിങ്ങിൻ്റെ ആ ഒരു 4 ബോൾട്ടുകൾ ഊരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു 4 ബോൾട്ട് ഊരി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാരിയർ പ്ലേറ്റ് ഊരി മാറ്റാവുന്നതേ ഉള്ളൂ. മച്ചാമാരെ, അതേ മേളത്തെ സ്പിൻഡിൽ ബെയറിങ് ഊരി നോക്കിയപ്പോൾ ഈ ഒരു സ്പിൻഡിൽ ബെയറിങ് നല്ല സ്റ്റക്കുണ്ട്. കാരണം ഈ സ്പിൻഡിൽ ബെയറിങ് കറങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് സ്പിൻഡിൽ ബെയറിങ്ങിന് ഡാമേജും കാര്യങ്ങളൊക്കെ പറ്റുന്നത് കണ്ടില്ലേ? സ്പിൻഡിൽ ബെയറിങ്ങിൻ്റെ ആ ഒരു ബെയറിങ്ങിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഊരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പിൻഡിൽ ബെയർ പോയതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഇത്രയും സ്റ്റീറിങ്ങിന് ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സ്പിൻഡിൽ ബെയറിങ് മാറ്റേണ്ടതുണ്ട്. ഇനി അടിയിലെ സ്പിൻഡിൽ ബെയറിങ് നോക്കുവാണെങ്കിൽ ആ ഒരു അടിയിലെ സ്പിൻഡിൽ ബെയറിങ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്പിൻഡിൽ ബെയറിങ് നമുക്ക് മാറേണ്ടതില്ല കേട്ടോ. ഇത് വലിയ ആക്സിലാണല്ലോ മറ്റേ വെച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഊരിയപ്പോൾ നമ്മൾ ചെറിയ ആക്സിലായിരുന്നു. മച്ചാമാരെ, നമ്മൾ പഴയ സ്ലീവ് മാറ്റി പുതിയ സ്ലീവ് ഇട്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ആക്സിലും കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് നമ്മുടെ സ്പിൻഡിൽ ബെയറിങ്ങിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളിത് കാരിയർ പ്ലേറ്റ് കയറ്റി സെറ്റ് ചെയ്താൽ മതി കേട്ടോ.
മച്ചാന്മാരെ അപ്പോൾ അത് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹൗസിങ്ങിൻ്റെ റബ്ബറിൽ നമ്മൾ ഹോൾ ഇടുവാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് റബ്ബറുണ്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലും 2 റബ്ബറുണ്ട്. അപ്പോൾ അങ്ങനെ 4 റബ്ബറിൽ നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായി ആ റബ്ബറും ഷീൽഡും കൂടി നമ്മളിതേ ഹൗസിങ്ങിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇതേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മച്ചാന്മാരെ അപ്പോൾ അതേ റൈറ്റ് സൈഡിലെ ബക്കറ്റും കാര്യങ്ങളൊന്നും തള്ളിയിട്ടില്ലായിരുന്നു. എന്നിരുന്നാലും നമ്മൾ പുതിയ ബക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലെ ബക്കറ്റ് മാറാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഇതേ നമ്മൾ ആദ്യം തന്നെ ഇതേ ബ്രേക്ക് ഷൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ നമ്മൾ പുതിയ ബക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സിലിണ്ടറിലേക്ക് കയറ്റി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ 2 സിലിണ്ടറിലും കയറ്റി സെറ്റ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഷൂ നമ്മൾ തിരിച്ച് കയറ്റി സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതേ റൈറ്റ് സൈഡിലെ എല്ലാ പരിപാടിയും നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. മച്ചാന്മാരെ അപ്പോൾ അതേ നമ്മൾ വാങ്ങിച്ച ഹബ്ബിലേക്ക് നമ്മൾ വയറിങ് പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഹബ്ബിൻ്റെ അകത്തും പുറത്തും 2 വയറിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തത്തെ വയറിങ്ങാണ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹബ്ബിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിൻ്റെ ഹബ്ബും ഡ്രമ്മും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ജീപ്പിൽ ഓൾഡ് കിടന്ന ഹബ്ബും ഡ്രമ്മും കൂടി സെറ്റായിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒന്നിച്ച് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ നമ്മളിതേ ഈ ഒരു ഹബ്ബിലേക്ക് ഗ്രീസും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന വയറിംഗ് എന്ന് പറയുമ്പോൾ ഈ ഹബ്ബിൽ പുറത്ത് വരുന്ന വയറിംഗ് എന്ന് പറയുമ്പോൾ വലിയ വയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ അകത്ത് വരുന്ന വയറിങ് വ്യത്യാസമുണ്ട്, അത് ചെറിയ വയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതേ നമ്മളിത് ആ ഒരു വലിയ വയറിങ് നമ്മുടെ ഹബ്ബിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്സിലും കൂടി പിടിപ്പിക്കാനുണ്ട്. അങ്ങനെ ഓക്സിലും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ഹബ്ബിൽ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ഹബ്ബിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ വയറിങ്ങിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹബ്ബിൻ്റെ ഉള്ളിലും ഗ്രീസും കാര്യങ്ങളൊക്കെ തേച്ച് നമ്മുടെ വലിയ വയറിങ് നമ്മുടെ ഇതേ ഹബ്ബിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഓക്സിലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. മച്ചാന്മാരെ ഇനി നമുക്ക് നമ്മുടെ ഹബ്ബ് നമ്മുടെ ജീപ്പിലേക്ക് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത്, ഇതിൻ്റെ അഡ്വാൻറ്റേജും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ പുറകെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഡ്രമ്മും ഈ ഹബ്ബും കൂടി സെറ്റാണ് ഒന്നിച്ച് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ പഴയ മോഡൽ സിസ്റ്റം. ഈ ട്രിം എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ട്രിം ഉണ്ട്. ഈ സാധാരണ വണ്ടിയുടെ ബാക്കി വരുന്ന ട്രിമ്മാണ്. അത് നമ്മൾ ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കും. വലിയ ബ്രേക്ക് സിസ്റ്റം ആക്കുന്ന, കാരണം ഫ്രണ്ടിന് വരുന്നില്ല. ഫ്രണ്ടിന് ഈ സിസ്റ്റം ബ്രേക്ക് സിസ്റ്റം വരുന്നില്ല. ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഇത് നമുക്ക് അഴിക്കണമെങ്കിൽ ഈ ട്രിം അഴിച്ചു നോക്കണമെങ്കിൽ ഹബ്ബ് അഴിക്കണം. ബക്കറ്റ് ഇട്ടിട്ടുണ്ടോന്നൊക്കെ അറിയാം. എന്ത് കാണിക്കണമെങ്കിൽ ഹബ്ബ് അഴിക്കണം. ഇതിന് നേരെ മറിച്ച് ട്രിമ്മ് മാത്രം ഊരി അതൊന്ന് കാണിച്ചേ. അപ്പോൾ ഇനി നമുക്ക് പുതിയത് കയറ്റി സെറ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ ട്രിമ്മ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെ ഇതിൻ്റെ ബോൾട്ട് മറ്റേ സ്റ്റഡ് വരുന്നുണ്ട്, ഈ ടയറിലേക്ക് വരുന്നത് ബോൾട്ട്. ആ സാധനം ട്രമ്മയിലാണ് ഇതിൻ്റെ പിടുത്തം വരുന്നത്. ഉണ്ടോ? നേരെ മറിച്ച് ഇതിൻ്റെ പിടുത്തം വരുന്നുണ്ടോ? ഹബ്ബേല വരുന്നത്. അപ്പോൾ ഇത് മൂന്ന് സെക്ഷനായിട്ട് ഇരിക്കും. ഇത് ഒന്നിച്ചിരിക്കും, ഇത് രണ്ടായിട്ടിരിക്കും. അപ്പോൾ ബ്രേക്ക് കൂടുതൽ വയ്ക്കുന്ന ആ സാധനമാണ്. ഈ സാധനം നമ്മുടെ വണ്ടിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ബാക്കിലാണ് വരുന്നത് ഈ സാധനം. ഈ ടൈപ്പ് ഈ ടൈപ്പ് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് ആക്കുന്ന. അപ്പോൾ മറ്റേക്കാളും ബ്രേക്ക് സിസ്റ്റം കൂടുതൽ, ഡിസ്ക് ബ്രേക്കിനെക്കാളും സെറ്റപ്പ് ആയിരിക്കും സാധനം. നമുക്ക് കയറ്റി പരീക്ഷയൊക്കെ അങ്ങനെ ഉണ്ടെന്ന് ഉദ്ദേശിക്കാൻ. പരീക്ഷണമല്ല ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ടയർ ഊരി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് കാണാൻ പറ്റും. ടയറും ഡ്രമ്മോട് കൂടി ഊരിയെടുക്കാൻ പറ്റും. ഹബ്ബ് ഊരാണ്ട്, ഹബ്ബ് ഊരാതെ ടയറും ഡ്രമ്മോട് ഊരി നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത. ഈ സാധനം ബാക്ക് സൈഡിലാണ് ഈ സിസ്റ്റം ഉള്ളൂ വണ്ടികളിലെ. നമുക്കെല്ലാം കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ അകത്തിരിക്കുന്ന സംഭവമല്ല. ടയർ ഊരിയതുപോലെ എല്ലാ സംഭവം കാണാൻ പറ്റും. ഈ സാധനം നിർത്തിക്കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബക്കറ്റ് മാറാം, എന്ത് വേണം ചെയ്യാം. ഇപ്പോൾ പണി എളുപ്പമുണ്ട്. ഹബ്ബ് ഊരിക്കൊണ്ട് നടക്കണ്ടായിരിക്കും. മച്ചാന്മാരെ അപ്പോൾ നമ്മുടെ ജീപ്പിൽ കിടന്ന ഓൾഡ് ഹബ്ബും അതുപോലെ നമ്മളിപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹബ്ബും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹബ്ബ്, അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് പിടിപ്പിക്കുന്ന ഹബ്ബ് നമ്മൾ സബ് ആക്സിലേക്ക് കയറ്റി സെറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹബ്ബിലേക്ക് നമ്മൾ ആദ്യം തന്നെ വയറിങ് കയറ്റി സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതേ വയറിങ്ങിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വയറിംഗ് എന്ന് പറയുമ്പോൾ ഈ ഹബിൻ്റെ ഉള്ളിൽ വരുന്ന വയറിംഗ് ആണ്. ഇത് ചെറിയ വയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പിടിപ്പിച്ച വലിയ വയറിംഗ് ആണ്. അതിൽ നിന്ന് വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഒരു വയറിംഗ്. അപ്പോൾ ഈ ഒരു വയറിംഗ് അങ്ങനെ നമ്മൾ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയറിംഗിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജീപ്പിൽ ഓൾഡ് വന്നിരുന്ന ഹബ്ബിൽ പുറത്തും അകത്തും ഒരേ വയറിംഗ് ആണ് വരുന്നത്. അതിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഹബ്ബിൽ അകത്ത് വരുന്നത് ചെറിയ വയറിങ്ങും പുറത്ത് വരുന്നത് വലിയ വയറിങ്ങുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വയറിംഗ് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു വയറിങ്ങിൻ്റെ ലോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായി സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹബ്ബ് നെറ്റാണ്. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ നെറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു നെറ്റ് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാനൊന്നും പാടില്ല. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയറിങ്ങിനെ അത് ബാധിക്കും. വയറിങ് കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളപ്പോൾ അതേ ലോക്ക് പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ അതേ ഹബ്ബിലേക്ക് ആ ലോക്ക് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഹബ്ബ് നെറ്റ് കഴിഞ്ഞ് ആണ് ഈ ഒരു ലോക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ലോക്കിൻ്റെ ബാക്കിലാണ് രണ്ടാമത്തെ ഹബ്ബ് നെറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഹബ്ബ് നെറ്റ് വേണം നമ്മൾ മാക്സിമം മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം ആ ഒരു ലോക്ക് നമ്മൾ നെറ്റിലേക്ക് അടുപ്പിക്കുന്നുണ്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേ ഹബ്ബ് സിസ്റ്റം, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ജീപ്പിൽ നിന്ന് അയച്ചു മാറ്റിയ അതേ ഹബ്ബ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു പുതിയ ഹബ്ബ് സിസ്റ്റത്തിലുള്ളത്. അതിലൊരു ഒറ്റ വ്യത്യാസം മാത്രമുള്ള വയറിങ്ങിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ മച്ചാമാർ, ഇനി നമുക്കിതേ ഡ്രമ്മും കൂടി പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഡ്രമ്മും കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഹബ്ബിൽ ഹബ്ബും അതുപോലെ ഡ്രമ്മും സെപ്പറേറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹബ്ബ് അയക്കാണ്ട് തന്നെ ഇതിൻ്റെ ഡ്രം ഊരാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ പുറകെയാണ് ടയർ വരുന്നത്. അപ്പോൾ നമുക്ക് ബക്കറ്റ് ലിറ്റർ ഉണ്ടോയെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യമേ ടയർ ഊരി മാറ്റുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഡ്രമ്മും കൂടി ഊരി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൾഡ് മോഡലിലാണെങ്കിൽ നമുക്ക് ഹബ്ബ് മൊത്തത്തിൽ വേണം അയച്ച് മാറ്റാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. മച്ചാമാരെ, അപ്പോൾ അവസാനം നമ്മൾ റൈറ്റ് സൈഡിൽ ടയറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ബ്രേക്ക് ഷൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുതിയ ഹബ്ബ് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ പിടിപ്പിച്ചതുപോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും പിടിപ്പിക്കുന്നത്. ആദ്യം തന്നെ വയറിങ്, അത് ചെറിയ വയറിങ് ആണ്. ആ ഒരു വയറിങ് കയറ്റി സെറ്റ് ചെയ്തു. അതിൻ്റെ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നാമത്തെ ഹബ്ബ് നെട്ട് മുറുക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ വരുന്ന ലോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം രണ്ടാമത്തെ ഹബ്ബ് നെട്ടും നമ്മൾ മുറുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ലോക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ ഒരു രണ്ടാമത്തെ ഹബ്ബ് നെറ്റിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഡ്രം പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഡ്രമ്മും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡ്രമ്മിൻ്റെ പുറകിലേക്ക് ടയറും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ ഹബ്ബും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മച്ചാമാരെ, അപ്പോൾ ടെസ്റ്റ് വർക്ക് പാർട്ട് 1 വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഹബ്ബ് മാറുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും വന്നിരുന്നു. അതായത് ജീപ്പിന് ബ്രേക്ക് സിസ്റ്റവും അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് അതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതുകൊണ്ടാണ് അതിനെപ്പറ്റി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാതിരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു പഴയ വീഡിയോ കണ്ടവർ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണും. അപ്പോൾ അതേ കണ്ടൻറ്റ് തന്നെ ഇതിനകത്തും ഉണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റിയൊന്നും പറയാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.